ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യമായ മാലിദ്വീപിൽ ചൈനയ്ക്ക് മുന്നിൽ ഇന്ത്യക്ക് കാലിടറിയെങ്കിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പിടി നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ത്യൻ നാവികസേന ലക്ഷദ്വീപിൽ ഒരു നാവിക വ്യോമത്താവളം നിർമ്മിക്കുന്നു. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഇന്ത്യൻ ദ്വീപുകൾ മാലിദ്വീപിൽ നിന്ന് 500 കിലോമീറ്റർ മാത്രം അകലെയായതിനാൽ മാലിദ്വീപിന് ബദലായി ഇത് കണക്കാക്കപ്പെടുന്നു. ദ്വീപിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുടൻ തന്നെ ഇന്ത്യൻ മുൻനിര യുദ്ധ വിമാനങ്ങൾ എത്തുമെന്നതിനെ സൂചിപ്പിക്കുന്നു. 2024 മാർച്ച് ആദ്യവാരത്തിലാണ് നാവിക താവളത്തിന്റെ ഇൻഡക്ഷൻ എന്നത് മാലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈനികരെ പിൻവലിക്കുന്നതിനോട് യോജിക്കുന്ന സമയക്രമവുമായി ചേർന്ന് നിൽക്കുന്നു. ദ്വീപ് രാജ്യത്തിലെ പുതിയ ഭരണം ഇന്ത്യയുമായുള്ള പരമ്പരാഗത അടുത്ത സൈനിക നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും ചൈനയിലേക്ക് ചായുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലത്തുള്ള ചൈനയുടെ അട്ടിമറിയായാണ് ഈ നീക്കത്തെ വിലയിരുത്തിയത്. മാലിദ്വീപിന്റെ തന്ത്രപരമായ പ്രാധാന്യം അതിന്റെ വലിപ്പത്തിൽ നിന്നല്ല, മറിച്ച് അതിന്റെ സ്ഥാനത്തിൽ നിന്നാണ് എന്നതിനാൽ ഈ നീക്കം ഇന്ത്യക്ക് ഭീഷണി തന്നെയാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള സുരക്ഷിതമായ 2 പാതകളും ഈ ദ്വീപ് ഗ്രൂപ്പിന്റെ തെക്കും വടക്കും അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലാക്ക കടലിടുക്കിനും പശ്ചിമേഷ്യയിലെ ഏദൻ ഉൾക്കടലിനും ഹോർമുസ് കടലിടുക്കിനും ഇടയിലുള്ള സമുദ്ര വ്യാപാര പ്രവാഹം ഈ 2 കടൽ കണക്ഷനുകളെയും ആശ്രയിച്ചിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രം അന്താരാഷ്ട്ര വ്യാപാരത്തിനും ഊർജ പ്രവാഹത്തിനുമുള്ള പ്രധാന പാതയായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും മാലിദ്വീപ് അടിസ്ഥാനപരമായ ഒരു ടോൾ ഗേറ്റായി പ്രവർത്തിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. മാലിദ്വീപിലുള്ള ചൈനയുടെ സ്വാധീനത്തിനെതിരെ ഇന്ത്യ പ്രവർത്തനം ആരംഭിക്കുകയും അടുത്തയാഴ്ച ലക്ഷദ്വീപിൽ ഒരു പുതിയ താവളം കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. INS ജഡായു എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബേസ് മേഖലയിൽ നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലക്ഷദ്വീപ് ദ്വീപുകളിലൊന്നായ മിനിക്കോയ് ദ്വീപിലാണ് INS ജഡായു നിർമ്മിക്കുന്നത്. മാലിദ്വീപിന്റെ വടക്കേ അറ്റത്തുള്ള ദ്വീപിൽ നിന്നും ഏകദേശം 130 കിലോമീറ്റർ അകലെയുള്ള ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് റൂട്ടുകളിൽ ഒന്നായ 9 ഡിഗ്രി ചാനലിന് സമീപമാണ് മിനിക്കോയ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 2023 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സോഷ്യൽ മീഡിയ യുദ്ധം നയതന്ത്ര വൈരാഗ്യത്തിന് കാരണമായിരുന്നു. മാലിദ്വീപിലെ പുതിയ സർക്കാർ ഇന്ത്യയോട് സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും നേരത്തെ ശ്രീലങ്ക അനുമതി നിഷേധിച്ച ഒരു ചൈനീസ് ഗവേഷണ കപ്പലിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. സമുദ്ര നിരീക്ഷണത്തിനും പ്രതിരോധത്തിനും സംഭാവന നൽകിക്കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുകയാണ് ഈ പുതിയ നാവിക താവളം വഴി ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതൊരു വ്യോമയാന സൗകര്യമായിരിക്കുമെന്നും ഇത് ഇന്ത്യയുടെ മാരിടൈം ഡൊമെയിൻ അവയറൻസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇത് മുഴുവൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയ്ക്കും ഗുണം ചെയ്യുമെന്നും മാത്രമല്ല നമ്മുടെ സമുദ്ര അയൽപക്കത്തെ സംഭവവികാസങ്ങളുടെ മികച്ച നിരീക്ഷണം സാധ്യമാക്കുകയും ചെയ്യുമെന്നും മുൻ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥൻ അനിൽ ജയ്സിംഗ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. തുടക്കത്തിൽ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും ഒരു ചെറിയ ഘടകവുമായി INS ജഡായു കമ്മീഷൻ ചെയ്യും. എന്നാൽ റഫാൽ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഇവിടെ നിന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുന്ന തരത്തിൽ ഈ ബേസ് വിപുലീകരിക്കാനാണ് ഇന്ത്യ നിലവിൽ പദ്ധതിയിടുന്നത്. അതിനാൽ INS ജഡായു കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങ് മാലിദ്വീപിനെയും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യൻ നാവികസേനയുടെ മുഴുവൻ ശക്തിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ 2 വിമാനവാഹിനി കപ്പലുകളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നതുകൊണ്ട് മേഖലയിലെ ശക്തികൾ ഇത് ശ്രദ്ധിക്കുമെന്ന് ഇന്ത്യ ഉറപ്പാക്കുന്നു. INS വിക്രമാദിത്യ, INS വിക്രാന്ത് കാരിയർ ടാസ്ക് ഫോഴ്സുകൾക്കൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, 15ഓളം യുദ്ധക്കപ്പലുകൾ എന്നിവ മാർച്ച് 4-5 തീയതികളിൽ INS ജഡായു നാവിക താവളത്തിന്റെ ഉദ്ഘാടനത്തിനായി മിനിക്കോയ് ദ്വീപിൽ എത്തിച്ചേരും. ഗോവയിൽ നിന്ന് കാർവാർ മുതൽ മിനിക്കോയ് ദ്വീപുകൾ വരെ 2 കപ്പൽ കൂട്ടങ്ങളായി യാത്ര ചെയ്യുന്ന ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ സംയുക്ത കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ആദ്യഘട്ടം നടത്താൻ ഇന്ത്യൻ നാവികസേന പദ്ധതിയിടുന്നു. ഇതിനെ തുടർന്ന് കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ 2ാം ഘട്ടം മാർച്ച് 6-7 തീയതികളിൽ നടക്കും. ആൻഡമാൻ ദ്വീപുകളിലെ മുൻനിര നാവിക താവളമായ INS ബാസിന്റെ അതേ കഴിവുകളുള്ള സൈനിക താവളമായിരിക്കും INS ജഡായുവും. INS ബാസിനെ പോലെ എല്ലാത്തരം വിമാനങ്ങളും കൈകാര്യം ചെയ്യാൻ ഈ നാവിക താവളത്തെയും പ്രാപ്തമാക്കും. കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ MH-60R റോമിയോ നാവിക ഹെലികോപ്റ്ററുകളുടെ ഒരു സ്ക്വാഡ്രോൺ ഈ നാവിക താവളത്തിന്റെ ഭാഗമാക്കാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. ഈ ഹെലികോപ്റ്ററുകൾ ഈ മേഖലയിലെ നാവികസേനയുടെ നിരീക്ഷണം, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, അന്തർവാഹിനി വിരുദ്ധ യുദ്ധം എന്നിവ മെച്ചപ്പെടുത്തും. ഇതിനെല്ലാം പുറമെ മിനിക്കോയിൽ ഒരു പുതിയ എയർഫീൽഡ് നിർമ്മിക്കാനുള്ള പദ്ധതികളും നടന്നുവരികയാണ്. ഈ എയർഫീൽഡ് വിവിധ സൈനിക വിമാനങ്ങളും വാണിജ്യ വിമാനങ്ങളും ഉൾക്കൊള്ളുന്നതായതിനാൽ ഈ എയർഫീൽഡ് ദ്വീപ് ശൃംഖലയിൽ ടൂറിസം വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.
കൂടാതെ അടുത്തുള്ള അഗത്തി ദ്വീപിലെ നിലവിലുള്ള എയർഫീൽഡിന്റെ നീളം വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. ഈ നീക്കങ്ങൾ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രത്യേകിച്ച് ലക്ഷദ്വീപിനടുത്തുള്ള 9 ഡിഗ്രി ചാനലിൽ നിന്നുള്ള ചരക്ക് ഉപരോധത്തിലൂടെ ചൈനയുടെ വടക്കു ഭാഗത്തെ അധിനിവേശങ്ങളെ ചെറുക്കാൻ ഇന്ത്യക്ക് കഴിയും. ഒരു ദശാബ്ദത്തിന് മുൻപൊരു കപ്പൽ ഹൈജാക്ക് ചെയ്തതിനെ തുടർന്ന് ഈ ദ്വീപുകളിൽ പതിവായി തീവ്രവാദ സംഘടനകൾ ബന്ധപ്പെടുന്നുണ്ടെന്നും അവ കടൽ കൊള്ളയ്ക്കും മറ്റ് നികൃഷ്ട പ്രവർത്തനങ്ങൾക്കുമായുള്ള താവളങ്ങളായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായും സുരക്ഷാ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. 2008 മുംബൈ ആക്രമണ അന്വേഷണത്തിൽ ലക്ഷദ്വീപിനെ സുരക്ഷിതമാക്കിയില്ലെങ്കിൽ ജിഹാദി സംഘടനകൾക്ക് സുരക്ഷാ വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് തീരദേശ സുരക്ഷയിലെ പഴുതുകൾ അടയ്ക്കുന്നതിനായി തീരദേശ സുരക്ഷാ അഭ്യാസമായ നെപ്റ്റ്യൂൺ 2 നടത്തിയിരുന്നു. അതോടൊപ്പം ജനവാസമില്ലാത്ത ദ്വീപുകളിലെ നിരീക്ഷണവും ജാഗ്രതയും വർദ്ധിപ്പിച്ചു. ഇതിന് സഹായകമായി ഒരു പുതിയ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനായ DHQ-12 സ്ഥാപിച്ചു. കൂടാതെ പ്രവേശന എക്സിറ്റ് പോയിന്റുകൾ നിരീക്ഷിക്കാൻ വാച്ച് ടവറുകളും റഡാർ സെൻസറുകളും സജ്ജമാക്കി. എന്നാൽ ഈ മേഖലയിലെ സുരക്ഷയ്ക്കും സാങ്കേതിക മുന്നേറ്റത്തിനുമെതിരായുള്ള വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾ കണക്കിലെടുക്കുമ്പോൾ കടലിന്റെ ഈ ഭാഗത്തെ സുരക്ഷാ ഉപകരണങ്ങളുടെ തോത് ഉയർത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ലോങ് റേഞ്ച് ട്രാക്കിംഗ് സിസ്റ്റങ്ങൾ, നൈറ്റ് വിഷൻ ക്യാമറകൾ, 46 റഡാർ സിസ്റ്റങ്ങൾ, 16 കമാൻഡ് ആൻഡ് കൺട്രോൾ സ്റ്റേഷനുകൾ എന്നിവ ഈ പ്രദേശത്തെ നിരീക്ഷണ ശൃംഖലയിൽ ഉൾപ്പെടുന്നു. കൂടാതെ തീവ്രവാദ, കടൽക്കൊള്ള സ്ലീപ്പർ സെല്ലുകൾ എന്നിവ സജീവമാകാതിരിക്കാൻ 38 റഡാർ സ്റ്റേഷനുകളും 5 കമാൻഡ് സെന്ററുകളും പുതിയതായി സ്ഥാപിക്കും. ലക്ഷദ്വീപിലെ ഈ മികച്ച സംവിധാനങ്ങൾ കാർവാറിലെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ഏകോപിപ്പിക്കുകയും വലിയൊരു തീരദേശ സുരക്ഷാ ചട്ടക്കൂടിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു. പൂർത്തിയാകുമ്പോൾ സൂയിസ് കനാലിന്റെ കിഴക്ക് ഭാഗത്തെ ഏറ്റവും വലിയ നാവിക താവളമായി കാർവാർ മാറും. അതിനാൽ ലക്ഷദ്വീപ് ഇന്ത്യയുടെ സൈനിക പ്രൊജക്ഷന്റെ ഒരു സുപ്രധാന മേഖലയാണ്. കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രം, ഇന്തോ പസഫിക്, ഇന്ത്യയുടെ വിപുലമായ സമീപ പ്രദേശങ്ങൾ എന്നിവയിൽ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ സ്വാധീനത്തെ ഈ ദ്വീപസമൂഹം തടയുന്നു. ട്രൈ സർവീസ് കമാൻഡ് സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ത്യ തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ഈ ദ്വീപുകളിൽ നിന്നും പതിവായി പ്രവർത്തിക്കുന്നത് വഴി ഈ മേഖലയിൽ ഇന്ത്യയെ ഒരു പ്രബല ശക്തിയായി ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് നാവികസേനയുടെ കടന്നുകയറ്റം വർദ്ധിച്ച സാഹചര്യത്തിൽ ദ്വീപ് പ്രദേശങ്ങളിൽ അതിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തി ഇന്ത്യ ഇതിനെതിരെ പ്രതികരിക്കുന്നു. കൂടാതെ ഒരു യഥാർത്ഥ ബ്ലൂ വാട്ടർ നേവിയെ പോലെ ഇന്ത്യ പൈറസി വിരുദ്ധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തുന്നു. ഹൂതി തീവ്രവാദികളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മേഖലയിലെ തന്ത്രപരവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഇന്ത്യൻ നാവികസേനയ്ക്ക് നിലവിൽ അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സ്വന്തം സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ചൈനയെങ്കിലും ഇന്ത്യൻ ശ്രമങ്ങൾ ചൈനയുടെ വിപുലീകരണ ശ്രമങ്ങൾക്ക് വെല്ലുവിളികൾ ഉയർത്തിപ്പോരുന്നു.